നമുക്ക് ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ലില്ലി ഫ്ലവറിൻ്റെ ബാക്ക് ചാം ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. നമുക്ക് ഇതേപോലത്തെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ യാൺ എടുക്കുക. എന്നിട്ട് നമുക്കൊരു മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യണം. മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെ യാൺ ക്രോസ് ആക്കി പിടിക്കുക. അതിനുശേഷം ഹുക്ക് എടുക്കുക, ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് വർക്കിംഗ് യാണിനെ ഇതേപോലെ പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഒരു ചെയിൻ ഇടാം. ഇതാണ് മാജിക് റിങ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു 6 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. റൗണ്ട് 1 ആണ് കേട്ടത്. റൗണ്ട് 1 ആയിട്ട് നമ്മൾ മാജിക് റിങ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഹുക്ക് ഈ റൗണ്ടിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ ഇതേപോലെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്ത് വലിക്കാം. ഇതാണ് സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ആയതുകൊണ്ട് ഇതിനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാ റൗണ്ടിലും ഇതേപോലെ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് ചെയ്യണം. സോ ഇവിടെ ഞാൻ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. റൗണ്ട് 2 ആണിത്. അപ്പോൾ ഇതിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ബാക്കി 5 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 2 3 4 5 6. നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെയിൽ എൻഡ് ഇതേപോലെ പിടിച്ച് വലിക്കാം. ഇപ്പം അത് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് എല്ലാ റൗണ്ടിലും ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് എന്ന് വെച്ചിട്ട് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണതിനെയാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്തിട്ട് ഇതിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് ഞാനിത് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യം കൂടിയും ചെയ്യാം. അപ്പോൾ ആ ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലും ഇതുപോലെ ഇൻക്രീസ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റിച്ചിൽ നാല്, മൂന്നാമത്തെ സ്റ്റിച്ച് 5, 6, 9, 10, 11, 12. അങ്ങനെ നമ്മൾ ഈ ആദ്യത്തെ രണ്ടാമത്തെ റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷ്യയുടെ ഇൻക്രീസ് മൊത്തം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൗണ്ട് 3 കഴിഞ്ഞു. ഇനി റൗണ്ട് 4 തൊട്ടിട്ട് റൗണ്ട് 8 വരെ നമ്മൾ സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യണുള്ളൂ. അതായത് എല്ലാ ഇതിലും സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യണം. അപ്പം നമുക്ക് 4ാമത്തെ റൗണ്ട് ചെയ്യാം. അപ്പോൾ ഇത് റിമൂവ് ചെയ്തു. ഇനി ഈ സ്റ്റിച്ചിൽ നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. 4ാമത്തെ റൗണ്ടാണ്. എന്നിട്ടത് മാർക്ക് ചെയ്യാം. 4ാമത്തെ റൗണ്ടിൽ ഫസ്റ്റത്തെ മാർക്ക് ചെയ്തു. ഇനി എല്ലാ റൗണ്ടിലും ഈ ഫസ്റ്റ് സ്റ്റിച്ച് എത്തണ വരെ സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. 1 2 3 4 5 6
7, 8, 9, 10, 11, 12. അങ്ങനെ നമ്മുടെ 4ാമത്തെ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 5ാമത്തെ റൗണ്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ സ്റ്റിച്ച് ഇട്ടപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അങ്ങനെ നമ്മുടെ 5ാമത്തെ കഴിഞ്ഞു. ഇനി 6ാമത്തെ. അപ്പോൾ ആദ്യം തന്നെ മാർക്കർ റിമൂവ് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റിച്ചിൽ സിക്കോ ക്രോഷ്യ ചെയ്തു മാർക്ക് ചെയ്യുക. ഇനി റൗണ്ട് ഇപ്പം ഓൾറെഡി 5 തീർന്നിട്ടുണ്ട്. 6ഉം 7ഉം 8ഉം ഇതേപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് 6ാമത്തേൽ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷ്യ ഇട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ചെയ്യാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 6ാമത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് 7ാമത്തെ ചെയ്യാം. Two, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ റൗണ്ട് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ റൗണ്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ എടുക്കാം. ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു ആസ് യൂഷ്വൽ മാർക്ക് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഫസ്റ്റ് ഇട്ടില്ലേ അവിടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒരു വട്ടം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ആദ്യത്തെ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഇതേപോലെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് വന്ന് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും വലിച്ചു. അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഇതേപോലെ പൊന്തി നിൽക്കുന്ന ഈ ഒരു റൗണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഇപ്പം ചെയ്തില്ലേ, ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ, അതിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അല്ല സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, സോറി, ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സെയിം സ്റ്റെപ്പ് തന്നെ എല്ലാത്തിലും ഇനി വരുന്ന ബാക്കിയുള്ള സ്റ്റിച്ചിൽ ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ അതിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. അടുത്തത് റിവേഴ്സ് ആണ്, അതായത് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഇനി അതിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഇതുപോലെ ഒരു 3 എണ്ണം കൂടിയും ഇനി വരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടിയും ചെയ്യാം. സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ. ഇനി അടുത്തതിൽ ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ. ഇനി അടുത്തതിൽ ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ. ഇനി നമ്മൾ ലാസ്റ്റ് പെറ്റലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. 1 2 3 സോറി 6 എണ്ണം ഉണ്ട്. സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ലാസ്റ്റത്തെ പെറ്റലാണ്. സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ,
double crochet, double crochet, half double crochet, single crochet. അതിനുശേഷം ഫസ്റ്റത്തെ ആ സിംഗിൾ ക്രോഷ്യയിൽ അവിടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി ഇത് കട്ട് ചെയ്യുക. ഇനി ഇതിനെ ഒന്ന് സ്യൂ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ അത് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം. അങ്ങനെ ഈ ഒരു ഫ്ലവർ ചെയ്യണത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് ചെയ്യാം. ഇനി നമുക്ക് ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഒരു 16 ചെയിൻ ഇടണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇനി നമുക്ക് രണ്ടാമത്തെ ചെയിനിൽ ഫസ്റ്റത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. മൂന്നാമത്തെ ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. അടുത്ത 3 സ്റ്റിച്ചിൽ നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. ഒന്നാമത്തെ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, അതിൻ്റെ അടുത്ത സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഇതാണ് ഇതേപോലെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. അതിനുശേഷം നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ അടുത്ത 3 സ്റ്റിച്ചിലായിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. 1 2 3. അതിനുശേഷം ഒരു ഹാഫ് DC, അതായത് ഹാഫ് ഡബിൾ ക്രോഷ്യ. അടുത്തതിൽ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൂടിയും ചെയ്യാം. എന്നിട്ട് തിരിച്ചിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. അതായത് നമ്മൾ ഇവിടെ ചെയ്ത ഈ സംഭവം തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാണ്. ഹാഫ് DC, പിന്നെ അടുത്ത 3 സ്റ്റിച്ചിലായിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചിട്ട്.
പിന്നെ ഹാഫ് DC, സിംഗിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. പിന്നെ അടുത്തതിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ, ഹാഫ് DC, 3 DC ഓരോ സ്റ്റിച്ചിലായിട്ട്. എന്നിട്ടൊരു ഹാഫ് DC, അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടിയും ചെയ്യാം. ഇത് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതൊന്ന് സ്യൂ ചെയ്ത് കൊടുക്കാം. സൂചി നൂലെടുത്തിട്ട് സ്യൂ ചെയ്താലും മതി. ഇനി ബാക്കിയുള്ള ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യാൺ എടുത്തിട്ട് ഒരു 50 ചെയിൻ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്യുക. അതിനുശേഷം 50 ചെയിൻ ഇടാം. അങ്ങനെ നമ്മൾ 50 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ അറ്റം ഒന്ന് ജസ്റ്റ് കെട്ടിടാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെട്ടിടാം. ഇനി ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്, സെൻട്രലത്തെ ഹോളിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചേക്കണ ഈ സ്റ്റോണില്ലേ, ഇതിങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ കെട്ടിടാത്ത ഭാഗം പിടിച്ച് വലിക്കാം. ഇനി ആവശ്യമില്ലാത്ത ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കാം. ഇപ്രാവശ്യം നമ്മൾ പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ് വലിക്കുന്നത്. വലിച്ചിട്ട് നമുക്ക് ഈ ഭാഗം കെട്ടിട്ട് കൊടുക്കാം. ഇനി ഞാൻ ആവശ്യമില്ലാത്ത ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻട്രിൽ എന്ത് ചെയ്യുക,
സെൻറ്റർ എടുത്തിട്ട് ഈ യാണിനെ ഇത് നമുക്ക് ഇതേപോലെ വലിക്കാം. അങ്ങനെ നമ്മുടെ ബാക്ക് ചാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.